ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സഖി വൺ സ്റ്റോപ്പ് സെൻറ്ററിലും ഫിഷറീസ് വകുപ്പിലും മൃഗസംരക്ഷണ വകുപ്പിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കാസർഗോഡ് ജില്ലയിലെ സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ ഓപ്പൺ വിഭാഗത്തിന് സംവരണം ചെയ്ത സൈക്കോളജിസ്റ്റിൻ്റെ തസ്തികയിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. സൈക്കോളജി അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദവും 1 വർഷത്തെ തൊഴിൽ പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രതിമാസ ശമ്പളം 31,020 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി 1/1/2026 18-നും 40-നും മധ്യയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആഗസ്റ്റ് 7-നകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെത്തിയ പേര് രജിസ്റ്റർ ചെയ്യണം. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിൽ നിന്നുള്ള NOC ഹാജരാക്കണം. അടുത്തത് കണ്ണൂർ ജില്ലയിലെ സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഓപ്പൺ വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് പ്രോജക്ട് എഞ്ചിനീയർ സിവിൽ തസ്തികയിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് അംഗീകൃത സർവകലാശാല ബിരുദവും 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രതിമാസ ശമ്പളം 50,000 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി 1/1/2025 18-നും 41-നും മധ്യയാണ്. താല്പര്യമുള്ളവർ ആഗസ്റ്റ് 7-നകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെത്തി പേര് രജിസ്റ്റർ ചെയ്യണം. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിൽ നിന്നുള്ള NOC ഹാജരാക്കണം. അടുത്തത് 2026-27 അധ്യയന വർഷത്തിൽ തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ആഗസ്റ്റ് 5-ന് രാവിലെ 10 മണിക്ക് കോളേജിൽ വെച്ച് നടക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലെ UGC റെഗുലേഷൻ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നേടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ പൂരിപ്പിച്ച ബയോഡേറ്റയും എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം നേരിട്ട് അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പ് ജില്ലയിലെ വിവിധ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനം പദ്ധതിയിൽ ദിവസവേതനത്തിൽ ഡ്രൈവർ കം അറ്റൻഡന്റ് നിയമനത്തിനുള്ള അഭിമുഖം ഓഗസ്റ്റ് 4-ന് രാവിലെ 10:30-ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. പരമാവധി 89 ദിവസത്തേക്കാണ് നിയമനം. SSLC സർട്ടിഫിക്കറ്റും ഡ്രൈവിംഗ് ലൈസൻസും ആധാർ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിൻ്റെ തീരമൈത്രി പദ്ധതിയിൽ കരാർ അടിസ്ഥാനത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിയമനത്തിനുള്ള അഭിമുഖം ഓഗസ്റ്റ് 3-ന് രാവിലെ 10 മണിക്ക് വെസ്റ്റ് ഹിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ നടക്കും. യോഗ്യത ഏതെങ്കിലും ഡിഗ്രിയും ഉപജീവന പദ്ധതികളിൽ പ്രവൃത്തി പരിചയവുമാണ്. 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് അഭിലഷണീയമാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഉയർന്ന പ്രായപരിധി 35 വയസ്സ് വരെയാണ്. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക വ്യവസ്ഥയിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നതിന് ആഗസ്റ്റ് 7-ന് രാവിലെ 10 മണിക്ക് പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അഭിമുഖം നടത്തുന്നുണ്ട്. യോഗ്യത അംഗീകൃത BPTയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും ഇരയായവർക്ക് കൗൺസിലിംഗ്, നിയമസഹായം, ചികിത്സ തുടങ്ങിയ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പെരിന്തൽമണ്ണിൽ പ്രവർത്തിക്കുന്ന സഖി വൺ സ്റ്റോപ്പ് സെൻറ്ററിലേക്ക് കേസ് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. നിയമത്തിൽ ബിരുദമോ സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സോഷ്യൽ സയൻസ്, സൈക്കോളജി എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദവും വനിതാക്ഷേമ മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള 23-നും 45-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന രേഖകളും ഓഗസ്റ്റ് 5-ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി wpom@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കണം. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ രാത്രികാല ജോലി ചെയ്യാൻ സന്നദ്ധരായ അപേക്ഷകർക്കായുള്ള അഭിമുഖം ഓഗസ്റ്റ് 7-ന് രാവിലെ 10:30-ന് പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ ചേംബറിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് വിഭാഗത്തിൽ ഫൈനാൻസ് എക്സ്പെർട്ട് തസ്തികയിൽ താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്.
ബാച്ചിലർ ഓഫ് ഫൈനാൻസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 5 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിലെ വകുപ്പിൽ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ വിവിധ തസ്തികകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, മെക്കാനിക്കൽ വിഭാഗങ്ങളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഡെമോൺസ്ട്രേറ്റർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും ബയോഡേറ്റയുമായി ആഗസ്റ്റ് 5 രാവിലെ 10 മണിക്ക് എഴുത്തു പരീക്ഷയ്ക്കും അഭിമുഖത്തിനുമായി പോളിടെക്നിക് കോളേജിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.